ജീവനക്കാർ അനുഭവിക്കുന്ന യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു കുറവുമില്ല. അവരുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല, അവരുടെ സേവന സമയത്ത് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ചെറുതല്ലാത്തതാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തി ഓരോ ദിവസവും KSRTC ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിക്കുകയാണ്. ബസ്സുകൾ തടഞ്ഞ് തെരുവിലിട്ടാണ് ആക്രമണം. പരാതി നൽകിയാൽ കാര്യമായ നടപടിയെടുക്കാത്തത് ഇത്തരം സംഭവങ്ങൾ കൂടാൻ കാരണമാണ് എന്നാണ് ആക്ഷേപം. പ്രതിഷേധം പുകയുമ്പോഴും പരസ്യ പ്രതികരണത്തിന് അവകാശമില്ലാത്തതിനാൽ വീർപ്പുമുട്ടുകയാണ് നമ്മുടെ ജീവനക്കാർ. കഴിഞ്ഞ ഏപ്രിൽ 27 രാത്രി 10:30 ഇതേ സ്ഥലത്താണ് മേയറും MLA ആയ ഭർത്താവും ചേർന്ന് യദു ഓടിച്ചിരുന്ന KSRTC ബസ് തടയുന്നത്. മാതൃകയാകേണ്ടവരുടെ പെരുമാറ്റം കോടതി കയറിയപ്പോൾ നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടമായി. കേസ് അന്വേഷണം എങ്ങും എത്തിയതുമില്ല. യദുവിന്റെ ജോലിയും നഷ്ടമായി. ഇത് ഒരു യദുവിന്റെ മാത്രം കഥയല്ല. ആനവണ്ടിയുമായി റോഡിലിറങ്ങുന്ന ഓരോ ഡ്രൈവർക്കും സമാന അനുഭവ കഥകൾ പറയാനുണ്ട്. ഹോണടി, ഓവർടേക്കിംഗ്, അങ്ങനെ KSRTC ജീവനക്കാരുടെ മെക്കിട്ട് കയറാൻ കാരണങ്ങൾ ഏറെ. വേലത്തരങ്ങൾ കുറേ കാണിക്കും. അതുകൊണ്ടുവന്ന് സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചവിട്ടുന്നു, വണ്ടി വലത്തോട്ട് പിടിക്കുന്നു, വലത്തോട്ട് പോകുന്നു. അത് ബൈക്കുകാരായാലും ചിലവർ ബൈക്കുകാരായാലും അങ്ങനെയാണ്, അടുക്കൂടെ പോവുള്ളൂ. വണ്ടി ഹോൺ അടിച്ചാലൊന്നും സൈഡ് തരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മളെ ഡോർ തുറന്ന് അടിക്കാനൊക്കെ നിൽക്കും, അങ്ങനെ വിഷയമുണ്ട്. അക്രമികൾക്കെതിരെ കർശന നടപടിയില്ലാത്തത് പ്രോത്സാഹനമായി മാറുന്നുവെന്ന് ജീവനക്കാർ. കുറേ നൂലാമാലകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. വല്ലതും വന്നു കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെയും കണ്ടക്ടറിൻ്റെയും പേരിൽ നടപടിയെടുക്കും, അല്ലാതെ ഇത് ചെയ്ത ആൾക്കാരുടെ പേരിൽ നടപടിയെടുക്കാറില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു ഇതില്ലാത്ത KSRTC തടഞ്ഞു നിർത്തുകയും റോഡിലാടി കണ്ടക്ടറിനെ ഡ്രൈവറിനെ അടിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അവസ്ഥയില്ല. പലവിധ ദുർഘടപാതകൾ താണ്ടിയാണ് ദീർഘദൂര ബസ് ഡ്രൈവർമാർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചൊക്കെ വേണം ഓടുന്നത്. അത് ഓടാതെ ഇരിക്കാൻ നിവർത്തിയില്ല. സമയത്ത് എത്തണമെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് മൊത്തം ട്രാക്ക് മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ട്രാക്ക് പിടിച്ച് കയറി പോകേണ്ട അവസ്ഥയിൽ ഉറക്കം അത്രയും കുറയും. നമ്മൾ എത്ര ലേറ്റായിട്ട് ഓടി എത്തുന്നോ അത്രയും ഉറക്കം കുറയും. അത്രയും സമയം നമുക്ക് സർവീസിൽ അനുവദിച്ച് തരില്ല. സ്റ്റാൻഡുകളിൽ ഉറങ്ങാൻ സൗകര്യം കുറവുള്ളതാണ്. എല്ലായിടത്തും ഭയങ്കര മൂട്ട ശല്യമാണ്, കൊതുക് കടി. ഉറക്കം കറക്റ്റ് ആവില്ല. ഉറക്കം എങ്ങനെ നോക്കിയാലും നമ്മൾ ഉറക്കത്തിൽ ബുദ്ധിമുട്ടി തന്നെ. സമരം വന്നാലും പ്രതിഷേധം വന്നാലും ദേഷ്യം വന്നാലും നാട്ടുകാർ മെക്കിട്ട് കയറുക KSRTC ബസ്സുകളോടും ജീവനക്കാരോടുമാണ്. കൺട്രോളില്ലാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും KSRTCയിൽ ഉണ്ടെങ്കിലും ജീവനക്കാരെ അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ലല്ലോ. KSRTC ജീവനക്കാരുടെ സുരക്ഷയും പ്രധാനമാണ്. റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.